യുവരാജ് ഗോകുൽ. കുവൈറ്റ് ദുരന്തത്തിൽ 24 മലയാളികൾ നമ്മുടെ സഹോദരന്മാരാണ്, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരന്മാരാണ് മരണപ്പെട്ടത്. ഔചിത്യ ബോധം എന്നൊന്നുണ്ടെങ്കിൽ ഇക്കുറി ലോക കേരള സഭ നടത്തില്ലായിരുന്നു. പക്ഷേ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി. മീഡിയയ്ക്ക് അയച്ചു തന്ന ആ നോട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അതിന് തലക്കെട്ട് ലോക കേരള സഭ കേരള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായുള്ള ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിൻ്റെയും ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയും ഭാഗമായി കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും. കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഒരുക്കും. 4ാം ലോക കേരള സഭ അവസാനിച്ചപ്പോൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നും എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിച്ച് സാധ്യമായ തീരുമാനങ്ങളും നടപടികളും എടുത്ത് മുന്നോട്ട് പോകുമെന്നും ലോക കേരള സഭാ സമ്മേളനത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നോക്കൂ, അതായത് കേരള കലാമണ്ഡലം വിദേശത്ത് ഷോ നടത്തുന്നതിന് ഇങ്ങനെയൊരു സഭ ചേരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അതിലാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ക്രിയാത്മകമായ നിർദ്ദേശമാണെന്നാണ്. അതായത് കലാമണ്ഡലത്തിൻ്റെ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയും പൈസയൊക്കെ മുടക്കി ലോക കേരള സഭ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിന് ശരിക്കും ചേരുന്ന പേര് ലോക ഉഡായിപ്പ് സഭ എന്നുള്ളതാണ്, ലോക കേരള സഭ എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഈ കുവൈറ്റിലുള്ള അപകടം നടന്നിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേരവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഔദ്യോഗികമായ പരിപാടികളെല്ലാം നിർത്തിവെച്ചിട്ട് അതിൻ്റെ ചടങ്ങുകളും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ പോയിരിക്കുകയാണ്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് അവരൊരു ആഘോഷ പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഈ ചില ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ ഒരു ആഹാരത്തിന് മുൻപും പിൻപും എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ 3 നേരം കഴിക്കുക എന്ന് പറയുന്ന മരുന്ന് പോലെ എന്തോ ആണ് ഇത്തരം സമ്മേളനങ്ങൾ സഭകൾ എന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രവാസികളായിട്ടുള്ള മലയാളികളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തെടുക്കുക, കണക്ട് ചെയ്തെടുക്കുക, അതിനുശേഷം അവരെ ഒരു ഫണ്ടിങ് സോഴ്സായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് CPM ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. ഈ ലോക കേരള സഭ കഴിഞ്ഞ 3-4 തവണയായിട്ട് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറയുന്നത് തന്നെ ബ്രാൻഡിങ് എന്നാണ്. ശരിയാണ്, ബ്രാൻഡിങ് ആവശ്യമാണ്. ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോക രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രന്റ് ഗുജറാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയാണെന്ന് തോന്നുന്നു ജിം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രധാന കാര്യം, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ ഹോക്കി ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒറീസയാണ്. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ജേഴ്സിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇതിൽ സഹാറ എന്നൊക്കെ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒറീസ എന്നുണ്ട്. ഒറീസ സംസ്ഥാനം ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ലോകം മുഴുവൻ. അവർ പോകുന്നു ഒളിമ്പിക്സിൽ, അവർ ഇന്ത്യൻ ടീം കപ്പ് നേടുന്ന സമയത്ത്, വെങ്കലം നേടുന്ന സമയത്ത് ഒറീസ കൂടെ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. അതിന് പേര് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ. കേരളം എവിടെയാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ തലത്തിൽ? അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ശരി, കേരളം ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഈ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ നിക്ഷേപകരാരെങ്കിലും വരുന്നുണ്ടോ? പുതിയ വ്യവസായങ്ങൾ എന്തെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പ്രവാസികൾക്ക് ഇവിടെ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മവിശ്വാസം വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടങ്ങളിലായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണിത്? ഇതിനകത്ത് വളരെ കാര്യമായിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് അവരുടെ ഈ ബ്രേക്ക് ഇതുണ്ടല്ലോ, അവരുടെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ ഈ പറയുന്ന ഫണ്ടിൻ്റെ. ഇപ്പോൾ 3 കോടി 5 കോടിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 3 കോടി ആയിട്ടുണ്ട്. ബില്ല് വരുന്നതിനനുസരിച്ചിട്ട് മാറി 5 കോടിയാകും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഈ വഴിനീളം അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് 35 ലക്ഷം 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റുകയാണ് കാശ്. അതുപോലെ തന്നെ ഈ ലോകത്ത് എവിടെ നിന്നൊക്കെയാണ് ഈ ആൾ വരുന്നത്, ആരെയൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്?
ലോക കേരള സഭ നടത്തുന്നുണ്ട്. ലോക കേരള സഭയിൽ പ്രതിനിധികളായിട്ട് ആളെയും വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ജാബിർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. കുറച്ച് അവരുടേതായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യ തുടക്ക കാലഘട്ടത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുകയും അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. അത് 1-2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവരിപ്പോൾ ആരെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്, എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്, ഈ വരുന്നവരിവിടെ അവരുടെ റോൾ എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്? ഇത് കുറേ ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ഈ പല ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറേ ലെഫ്റ്റിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈസയിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ കാശിൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ഇത് മാറ്റുകയാണ്. അതിനുശേഷം വിമർശനം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതായത് ഈ ചില മുസ്ലിം വിഭാഗങ്ങളെ കയ്യിലെടുത്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ എന്താണ്, പലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രമേയം അങ്ങ് പാസ്സാക്കി. പിന്നെ ലോക കേരള സഭ നടത്തി ഇനി പലസ്തീൻ അനുകൂല പ്രമേയം പാസ്സാക്കിയാൽ മാത്രമല്ല ഇനിയിപ്പോൾ പലസ്തീന് നീതി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ, അതേ സമയത്തോടെ വൈഷ്ണോദേവിയിൽ കശ്മീരിൽ ആക്രമണം നടന്നു, അവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല. ഇന്ത്യക്കകത്ത് കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല. പകരം എന്താണ്, പലസ്തീനിലേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും പലസ്തീനി നേതോ തുവാല കൊണ്ടുവരുന്നു, അത് കൈമാറുന്നു, സ്പീക്കർ അത് വാങ്ങുന്നു, കണ്ണു തുടയ്ക്കുന്നു, വലിയ കോലാഹലമാണ്. എന്തിനാ? ഇത് കണ്ണിപ്പൊടിയിടലാണ്. കണ്ണിപ്പൊടിയിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വലിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ലോക കേരള സഭയല്ല, ലോക ഉഡായിപ്പ് സഭയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.